വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ കുറേ കാര്യങ്ങൾ വേണ്ട പറയണ്ട വിട്ടുകളയാം അങ്ങനെ വിചാരിക്കുമ്പോൾ ഒരാൾക്കും ഒരു സമാധാനവും. അപ്പൊ പറയേണ്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തന്നെ പോകാം, അപ്പോഴാണ് അതിനൊരു സുഖം ഉണ്ടാവുള്ളൂ. അപ്പൊ ഞാൻ നിങ്ങളെ ആദ്യം തന്നെ ഒരു വോയിസ് കേൾപ്പിക്കാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോയിലേക്ക് വരാം. ഇപ്പോ ഈ വോയിസ് കേട്ടപ്പോ നിങ്ങളിൽ പല ആളുകളും വിചാരിക്കുന്നുണ്ടായിരിക്കും, യുദ്ധത്തിന് വേണ്ടി ശത്രു രാജ്യത്തേക്ക് പുറപ്പെടുന്ന ഭട്ടന്മാർക്ക് നമ്മുടെ സേനാധിപൻ കൊടുക്കുന്ന ഒരു ആജ്ഞ പോലെ. അങ്ങനെയൊന്നുമല്ല കേട്ടോ. നമ്മുടെ ജാസേച്ചിയുടെ ഫാനായ ഏതോ ഒരു ചേച്ചി പ്രഷർ കൂടിയിട്ട് പറയുന്ന വാക്കുകളാണ്. എന്തുകൊണ്ടാണെന്നറിയത്തില്ല. ചേച്ചി പറഞ്ഞു ജാസ്മിൻ അവിടെ ഭയങ്കര അടിപൊളിയായിട്ട് ഗെയിം കളിച്ച് പോയിട്ടും ജാസ്മിനെതിരെ കുറ്റം പറയുന്നു, വീഡിയോസ് ചെയ്യുന്നു എന്നൊക്കെയാണ്. പക്ഷെ ചേച്ചി പറയുന്നത് എന്ത് കളിയുടെ കാര്യമാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. മലയാളം ബിഗ് ബോസ് സീസൺ 6 ജാസ്മിന്റെ ഗെയിമിനെ കുറിച്ചാണോ, അല്ലെങ്കിൽ ജാസ്മിൻ തന്നെ വേറെ ഏതെങ്കിലും ഒരു ഗെയിം കളിച്ചതിന്റെ ഒരു പശ്ചാത്തലമാണോ ചേച്ചി പറയുന്നത് ഭയങ്കരമായിട്ട് സംശയമുണ്ട്. അപ്പോൾ ഇന്നത്തെ ബിഗ് ബോസിലേക്ക് തന്നെ നമ്മൾ തിരിഞ്ഞു നോക്കാം. ഇന്ന് നമുക്കറിയാം, ഇന്ന് മെയിൻ ആയിട്ട് ബിഗ് ബോസിൽ നടന്നു എന്ന് പറയുന്നത് ഒരു നോമിനേഷൻ ടാസ്ക് ആണ്. അതായത് നോമിനേഷനിൽ രണ്ടുപേര്, അഭിഷേക് ആൻഡ് ജാസ്മിൻ. അപ്പൊ നമ്മൾ അവിടെ അകത്ത് ചെന്ന് കഴിയുമ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട്, അഭിഷേക് നമ്മൾ ആദ്യം മുതലുള്ള കാര്യങ്ങൾ പറയരുത്. കാരണം നമുക്കറിയാം ഷോ തുടങ്ങി 60 ദിവസം വരെ ജാസ്മിൻ അവിടെ കാണിച്ചു കൂട്ടിയതിൽ ഒരു നല്ല കാര്യം ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. വൃത്തികേട് എന്ന് പറഞ്ഞാൽ വൃത്തികേട് മാത്രമേ ഉള്ളൂ. അപ്പൊ കഴിഞ്ഞ ആഴ്ചത്തെ കാര്യം മാത്രം എടുക്കുക. കാരണം കഴിഞ്ഞ ആഴ്ച നമുക്കറിയാം ഗസ്റ്റ് ആയിട്ട് വന്ന ആളുകൾ അത്യാവശ്യം നല്ല ബൂസ്റ്റൊക്കെ ചെയ്ത് കൊടുത്ത കാരണം ജാസ്മിൻ ചേച്ചിയുടെ വിചാരം ജാസ്മിൻ ചേച്ചിയാണ് ഇപ്പോൾ അവിടെ അടിച്ചു പൊളിച്ച് നിൽക്കുന്നത്. വീക്കെൻഡിൽ വന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ മോഹൻലാലും കൂടി അങ്ങോട്ട് ജാസ്മിനെ നിന്നെ കഴിഞ്ഞിട്ടേ ഒരു വ്യക്തിയുള്ളൂ, നിന്നെപ്പോലെ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പൊക്കി വിട്ട കാരണം ചേച്ചി അത് മാത്രം എടുത്ത് നമുക്ക് നോമിനേഷന്റെ കാര്യങ്ങൾ പറയാമെന്നാണ് അഭിഷേകിനോട് പറയുന്നത്. എന്നിട്ട് പറയുവാണ് അഭിഷേകിനെ കുറിച്ച് ഒരു നല്ല കാര്യവും പറഞ്ഞില്ലെന്ന്. അത് അഭിഷേക് അവിടെ നല്ല കാര്യം ചെയ്യാത്തോണ്ടല്ല മോളെ. അഭിഷേക് ചെയ്ത നല്ല കാര്യങ്ങൾ കാണാനായിട്ട് വന്നവർക്കോ നിന്നവർക്കോ, അതായത് വല്ല മോഹൻലാലിനാണെങ്കിലും അല്ലെങ്കിൽ ഗസ്റ്റായി വന്ന ആളുകളാണെങ്കിലും മോളെ വൈറ്റ് വാഷ് ചെയ്യാൻ വന്ന ആളുകളാണ്. സോ അവരാരും അഭിഷേക് ചെയ്ത നല്ല കാര്യങ്ങൾ കാണത്തില്ല, അല്ലെങ്കിൽ അഭിഷേക് അവിടെ എന്തൊക്കെ ചെയ്തു എന്ന് കാണാൻ ഒരു ക്യാമറകൾക്കും കണ്ണുണ്ടായില്ല. കാരണം ക്യാമറമാൻ ജാസിച്ചിന്റെ പിന്നാലെ മാത്രം നടക്കുവാണെങ്കിൽ ബാക്കി കണ്ടസ്റ്റൻസ് ചെയ്യുന്ന ഒരു കാര്യങ്ങളും കാണാൻ ഒരു വ്യക്തികൾക്കും അവിടെ കഴിയില്ല. അതാണ് യഥാർത്ഥമായ കാര്യം. അപ്പൊ അഭിഷേകിനോട് ജാസ്മിൻ ചോദിക്കുന്നുണ്ട്, എന്ത് നല്ല കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തത്? അപ്പൊ അഭിഷേക് ഓരോ കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട്, ജാസ്മിൻ തന്നെ വണ്ടടിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വിളിച്ച ആ ഊളപ്പരിപാടി നമുക്കറിയാലോ, നമ്മുടെ മലയാളികളുടെ ഇടയിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഊള എന്ന വാക്ക് ഏറ്റവും നല്ല ഒരു പദമായി കഴിഞ്ഞ ആഴ്ച ബിഗ് ബോസിൽ പ്രഖ്യാപിച്ച കാര്യം. ഷോ തുടങ്ങി ഏകദേശം ഒരു 60 ദിവസം ആകാൻ പോകുന്നു. അപ്പൊ നമ്മൾ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത്, മലയാളം ബിഗ് ബോസ് സീസൺ 6 എന്ന് പറഞ്ഞ അവിടെ ഈ ഒരു വ്യക്തി, അതായത് ജാസ്മിൻ അല്ലെങ്കിൽ ഗബ്രി ഇപ്പൊ ഔട്ടായി, എന്നാലും അവർ മാത്രമല്ല ഈ ഷോയിൽ എന്തെങ്കിലും ചെയ്തിട്ടുള്ളത്. ബാക്കി കണ്ടസ്റ്റൻസ് ചെയ്യുന്ന കാര്യങ്ങൾ ഒരിക്കലും ഷോയുടെ പുറത്തേക്ക് വരുന്നില്ല. കാരണം 24 മണിക്കൂറും അവരെ മാത്രം ഫോക്കസ് ചെയ്ത് ക്യാമറ അവരുടെ നേരേക്ക് തിരിക്കുവാണെങ്കിൽ ബാക്കി ആര് എന്ത് നല്ല കാര്യങ്ങൾ ചെയ്താലും അത് പുറത്തു വരില്ല. അതിന് തെളിവാണ് നമ്മുടെ അഭിഷേക് പുറത്ത് വന്നതിന് ശേഷം, അഭിഷേക് ജയദീപ് പുറത്ത് വന്നു കഴിഞ്ഞപ്പോൾ കൃത്യമായി കാര്യങ്ങൾ എടുത്തു പറഞ്ഞായിരുന്നു. അയാൾ ചെയ്ത കുറേ കാര്യങ്ങൾ ഷോയുടെ വെളിയിലേക്ക് വന്നില്ല. അതുപോലെ തന്നെ ജാസ്മിൻ കരിഞ്ഞ മത്സ്യകന്യകൻ എന്ന് ജിൻഡോയെ വിളിച്ച കാര്യം അഭിഷേക് ഒരു മോർണിംഗ് ടാസ്കിൽ എടുത്തു പറഞ്ഞായിരുന്നു. അങ്ങനെ പറയരുതെന്ന് അഭിഷേകിന് സ്ട്രിക്റ്റ് വാർണിംഗ് കൊടുത്തായിരുന്നു. ഒരിക്കലും എന്തിനും അങ്ങനെ ഒരു വാർണിംഗ് കൊടുത്തു. അതുപോലെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് തക്കതായ പണിഷ്മെന്റ് കൊടുത്ത് ഷോയിൽ നിന്ന് പുറത്താക്കണമെങ്കിൽ പുറത്താക്കേണ്ടതായിരുന്നു. അതിനു പകരം ജാസ്മിൻ ചെയ്യുന്ന വൃത്തികേടുകളെ മാത്രം ബൂസ്റ്റ് ചെയ്തുകൊണ്ട് അതുമാത്രം പ്രേക്ഷകരുടെ ഇടയിലേക്ക് പുറത്തേക്ക് വിടുന്നത് ആരാണ്? ബിഗ് ബോസ് അല്ലേ? നമ്മൾ ആരെങ്കിലും ജാസ്മിൻ ചെയ്ത വൃത്തികേടുകൾ വിളിച്ചു പറയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു വീഡിയോ ഇട്ട് പറയുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ കമന്റ് ബോക്സിൽ കിടന്ന് ആളുകളുടെ കരച്ചിലാണ്. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് എൻ്റെ കമന്റ് ബോക്സിൽ എൻ്റെ ജാസേച്ചി ഇത്രമാത്രം അളിഞ്ഞ ഫാൻസ് ഉണ്ടെന്ന് അറിയത്തില്ലായിരുന്നു. പറയാതിരിക്കാൻ വയ്യ, കാരണം അതുപോലെയാണ് നമ്മുടെ കമന്റ് ബോക്സിൽ കിടന്ന് മെഴുകുന്നത്. ഇപ്പൊ ജാസ്മിൻ പറഞ്ഞ വൃത്തികേടുകളുടെ ഒരു ലിസ്റ്റ് എടുക്കുവാണെങ്കിൽ ആരൊക്കെയോ നമ്മൾ കണ്ടായിരുന്നു, ഇൻസ്റ്റയിൽ അങ്ങനെ ഒരു ലിസ്റ്റ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു വലിയ ലിസ്റ്റ് ഉണ്ട്. അത്രമാത്രം വൃത്തികെട്ട സംസാരങ്ങൾ, വാക്കുകൾ വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ജാസ്മിൻ. അപ്പൊ ഈ വൃത്തികളെയൊക്കെ പൊക്കി ജാസ്മിൻ അങ്ങനെ ചെയ്തത് നല്ല കാര്യമാണ്, ഈ വിളിച്ചത് നമ്മുടെ ഷൊണ്ണ
പിന്നെ തന്തയ്ക്ക് വിളിക്കുക, ഇതിനെയൊക്കെ നമ്മൾ എടുത്ത് പ്രോത്സാഹിപ്പിച്ച് പറയണോ? ജാസ്മിൻ ഭയങ്കര നന്നായി ഗെയിം കളിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പറയണോ? ആകെ ഒരു നല്ല കാര്യം, ഇത്ര ദിവസം ഗെയിം തുടങ്ങിയതിന് ശേഷം ആരെങ്കിലും പറഞ്ഞു കേട്ടത് കഴിഞ്ഞ വീക്കെൻഡിൽ, അതായത് കഴിഞ്ഞ ഹോട്ടൽ ടാസ്കിൽ വന്നപ്പോൾ ഒരു റോബർട്ടായി നിന്നു. അന്ന് ഒരു അടി കിട്ടിയ കാരണം ജാസ്മിൻ പെട്ടെന്ന് വെള്ളം പൂശാൻ പറ്റി. കാരണം ജാസ്മിനെ സ്നേഹിക്കുന്ന, ജാസ്മിനെ ഇഷ്ടപ്പെടുന്നതോ എന്തൊക്കെയാണെന്നറിയില്ല, സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ജാസ്മിനെ വൈറ്റ് വാഷ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് സ്ട്രഗിൾ ചെയ്യാണ്, ഒരു സ്റ്റോറി ഇടാൻ സ്ട്രഗിൾ ചെയ്യാണ്. കാരണം ജാസ്മിൻ ചെയ്ത ഒരു നല്ല കാര്യവും ആ ഷോയിലില്ല. നല്ല കാര്യം വേണ്ട, ജാസ്മിനായിട്ട് ജാസ്മിൻ്റെ കയ്യിൽ നിന്ന് ഒരു പരിപാടി അവതരിപ്പിച്ചതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് പറയാൻ വെർത്തായിട്ടൊരു കാര്യം ഷോയ്ക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തു എന്ന് പറയാൻ വേണ്ടി അങ്ങനെ ഒരു പരിപാടിയില്ല. അപ്പൊ അവര് തന്നെ സ്ട്രഗിൾ ചെയ്യാണ് ഒരു സ്റ്റോറി ഇടാനായിട്ട്. ഇപ്പൊ അവര് സ്റ്റോറി ഇടുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിൻ കുക്ക് ചെയ്യുന്നു, ജാസ്മിൻ തിരിഞ്ഞു തുമ്മുന്നു, അയ്യോ തെറ്റ് മനസ്സിലാക്കി, തെറ്റ് തിരുത്തി, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അളിഞ്ഞ സ്റ്റോറി ഇടുന്ന സ്ഥിതി വരുന്നത് ജാസ്മിൻ ഫാൻസിന് മാത്രമേ ഉള്ളൂ. അപ്പൊ ആരെങ്കിലും ഒരാൾ ഇതൊന്നും നമ്മൾ പറയണ്ട, ഇതൊക്കെ എന്തിനു നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്യണം എന്ന് വിചാരിക്കുമ്പോൾ, കാരണം നിങ്ങളിടുന്ന സ്റ്റോറിയാണ് കേട്ടോ നമ്മൾ പറയുന്നത്, ഇതൊന്നും പറയണ്ട എന്ന് വിചാരിക്കുമ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ്, ഭീഷണികൾ, ഇത് നിങ്ങൾക്കറിയാം. സിബിൻ എന്ന് പറയുന്ന മലയാളം ബിഗ് ബോസ് സീസൺ 6 കണ്ടസ്റ്റന്റ്, ആള് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തതാണ്, ആൾക്കെതിരെ ഇടുന്ന വോയിസ് ആണ്. അതുപോലെ തന്നെ സിബിൻ നല്ലൊരു വേറൊരു പോസ്റ്റും കൂടി അവിടെ ഇട്ടിട്ടുണ്ട്, കാണാത്തവർക്ക് വേണ്ടി ഞാൻ ഇവിടെ വയ്ക്കാം. അപ്പൊ ഇതുപോലെ പിറകിലൂടെ നടന്ന് അനാവശ്യമായി നമ്മളെയൊക്കെ പ്രൊവോക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇതുപോലെ വിളിച്ചു പറയും. അതിന് ഒരു സംശയം വരികണ്ട. എത്ര പേര് കിടന്ന് എന്തുമാത്രം കരഞ്ഞാലും വൃത്തികേട് കാണിച്ചിട്ടുണ്ടെങ്കിൽ വൃത്തികേട് കാണിച്ചെന്ന് തന്നെ പറയും. അത് തന്നെയാണ് ഗബ്രിയുടെ അവസ്ഥ. ഇപ്പൊ ഗബ്രി ഷോയിൽ നിന്ന് പുറത്തായി, ഒരു സ്വസ്ഥമായി ഇരിക്കാൻ പറ്റുന്നുണ്ടോ? പുറത്തിറങ്ങിയ അപ്പ ചോദിക്കും ആളുകൾ, ഉത്തരം പറയാൻ പറ്റാതെ ഗബ്രി കിടന്ന് ബയോളജി, അനാട്ടമി, കെമിസ്ട്രി ഒക്കെ പറഞ്ഞ് കളിക്കുവാണ്. ഹോർമോൺ ആണ്, ന്യൂറോൺ ആണ്, ഇങ്ങനെ പല കാര്യങ്ങളും കൊച്ചു പറയേണ്ടി വരും. കാരണം 4 വാക്കുകൾ കൂട്ടി വെച്ച് മറ്റുള്ളവർക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കുക. വൃത്തികേട് കാണിച്ചിട്ട് ഉമ്മ വെക്കുന്നത് ശരിയാണോ, കെട്ടിപ്പിടിക്കുന്നതിൽ വല്ല തെറ്റുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആരെ ബോധിപ്പിക്കാനാണ് ഗബ്രി കണ്ണടച്ച് ഇരുട്ടാക്കുന്നത്? നമ്മളെല്ലാവരും അരിയാഹാരം തന്നെയാണ് കഴിക്കുന്നത്. ഗബ്രി ഇപ്പൊ എന്തുമാത്രം കിടന്ന് നമ്മൾ വെളുപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും നമുക്കറിയാം വേറെ ഒരു ഓപ്ഷൻ ഇല്ല. സ്വയമായി നടന്ന് ഇത്ര ദിവസം കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾക്ക് ഒരു മറുപടി കൊടുത്തേ പറ്റത്തുള്ളൂ. സ്വയം തന്നെ ചെയ്യണം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അവിടെ ജാസ്മിൻ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് മാത്രമേ ഉള്ളൂ? നമ്മൾ പല കണ്ടസ്റ്റൻസിനെ കുറിച്ചും നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് ചില വീഡിയോസ് ഇടുമ്പോൾ അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചില ആളുകൾ വന്ന് നമ്മളോട് പറയാറുണ്ട്. നമ്മളും ക്രിറ്റിസിസംസ് ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ തെറ്റുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് എല്ലാവർക്കും നമ്മളെ വിമർശിക്കാം. പക്ഷെ അതിന് യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ഉണ്ട്. വളരെ മോശമായ രീതിയിലാണ് ഈ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് നമുക്ക് കമന്റ്സ് ഇടാറ്. മോശമായ രീതിയിൽ ഇങ്ങോട്ട് കമന്റ്സ് ഇട്ടാൽ തിരിച്ചു കിട്ടുന്ന റിപ്ലൈ അതുപോലെ തന്നെയായിരിക്കും. അല്ലാതെ നമ്മളെ 2 തെറി അങ്ങ് പറയുമ്പോഴേക്കും നമ്മൾ ഈ വീഡിയോ മടച്ചു വെച്ച് നമ്മൾ മിണ്ടാതിരിക്കുമെന്ന് നിങ്ങൾക്ക് വെറുതെ തോന്നുവാണ്. ഇപ്പൊ സിബിൻ എന്ന് പറയുന്ന വ്യക്തി എത്രമാത്രം ഡീഗ്രേഡിങ് അല്ലെങ്കിൽ എത്രമാത്രം കേട്ടിട്ട് വേണം ഇതുപോലൊരു പോസ്റ്റ് ഇടാനായിട്ട്, അല്ലെങ്കിൽ ഇതുപോലൊരു വീഡിയോ, ഇതുപോലുള്ള വോയിസ് പുറത്തു വിടാനായിട്ട്? ഒരു ആവശ്യമില്ലാണ്ട് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യാണ്. എന്ത് സപ്പോർട്ട് ചെയ്യണം? അത് എൻഡ് ഓഫ് ദ ഡേ ഒരാളെ ജയിക്കത്തുള്ളൂ. എല്ലാവർക്കും ബിഗ് ബോസ് സീസൺ 6 കപ്പ് കിട്ടില്ല. അപ്പൊ അത് അർഹതപ്പെട്ട ആളുകൾക്ക് കിട്ടണം. ആരാണ് നന്നായി നിന്ന് ഗെയിം കളിക്കുന്നത്? അത് ഒരു ദിവസം ഒരു റോബോട്ടായി ഒരു വ്യക്തി നിന്നു എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ഇത്ര നാളും ചെയ്ത എല്ലാ തെറ്റുകളും മറന്ന് അയാൾക്ക് ബിഗ് ബോസ് സീസൺ 6 കപ്പ് എടുത്ത് കൈ കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് നടക്കാത്ത കാര്യമാണ്. അത് ജെന്യുവനായി ഈ ഷോയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഓഡിയൻസിനും സമ്മതിക്കാൻ കഴിയില്ല. നമുക്കറിയാം ജിൻഡോ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിന് അത്രമാത്രം സപ്പോർട്ട് ഉണ്ട്. അത്രമാത്രം സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് കമ്മ്യൂണിറ്റി പോളിൽ നോക്കിയാലും ആ മനുഷ്യനെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആളുകൾ എന്ന് പറഞ്ഞാൽ ഭൂരിഭാഗം ജനങ്ങളും ജിൻഡോയെ സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം അയാളുടെ ഒരു ഗ്രാഫ് നമ്മൾ നോക്ക്, ഡേ 1 തൊട്ട് ഇന്ന് വരെ നോക്കുവാണെങ്കിൽ നല്ല രീതിയിൽ ഗെയിം കളിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. എന്തോ ഒരു ടാസ്ക് കൊടുത്താലും തനിക്ക് അതുമായി ഒരു ബന്ധമില്ലെങ്കിലും, നമ്മൾ ഡാൻസ് ഒക്കെയാണ് പ്രത്യേകിച്ച് നോക്കേണ്ടത്. ജിൻഡോയുടെ ഫീൽഡ് എന്താണ്, അതിൽ നിന്നും എൻറ്റേർലി ഡിഫറെൻ്റ് ആയിട്ടൊരു കാര്യമാണ് ഡാൻസ് എന്ന് പറയുന്നത്. തനിക്ക് പറ്റില്ലെങ്കിലും അതിനുവേണ്ടി മാക്സിമം എഫേർട്ട് ഇട്ടിട്ടാണ് അയാൾ ഓരോ കാര്യങ്ങളും ചെയ്യാറ്. അപ്പം അങ്ങനെയുള്ള വ്യക്തികളെ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആരും
പറഞ്ഞ് തെറി വിളിച്ച് അല്ലെങ്കിൽ ഓരോരുത്തരുടെ കമന്റ് ബോക്സിന്റെ വീഡിയോയുടെ താഴെ പോയി കമന്റ് ഇട്ട് ഇങ്ങനെയൊന്നും ചെയ്യാതെ ജനമനസ്സുകളിൽ കയറിയ ഒരു വ്യക്തിയാണ് ജിൻഡോയെ ഓട്ടോമാറ്റിക്കലി എല്ലാ ആളുകളും സപ്പോർട്ട് ചെയ്യും, വോട്ട് ചെയ്യും. അതിനെ ഇതുപോലെ ഓരോ ആളുകളുടെ പിറകിക്കോടെ നടന്ന് കുറ്റം പറഞ്ഞതുകൊണ്ടോ തെറി വിളിച്ചതുകൊണ്ടോ, അത് ഇനിയിപ്പോ ഏത് PR ടീം ആണെങ്കിലും ഏത് ഫാൻസ് ആർമി എന്താണെന്ന് പറഞ്ഞാലും ഒരു കാര്യമില്ലെന്നാ പറഞ്ഞത്. നമ്മൾ ഒച്ച എടുക്കുന്ന അനുസരിച്ച് ആളുകൾ വെറുത്തു പോകത്തേ ഉള്ളൂ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളെ ഫാൻസ് ഇതുപോലെ കിടന്ന് കരഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? കഴിഞ്ഞ ആഴ്ച ഗബ്രി ഔട്ടായ സമയത്ത് തന്നെ ജാസ്മിൻ പറഞ്ഞായിരുന്നു, സീക്രട്ട് റൂമിലുള്ള ഗബ്രീനെ ഒരാഴ്ചക്കുള്ളിൽ ബിഗ് ബോസ് ഇവിടെ കൊണ്ടുവന്നില്ലെങ്കിൽ ദിവ്യ പ്രണയത്തിന്റെ പേരിൽ ജാസ്മിൻ ക്വിറ്റ് ചെയ്യുന്നു. അപ്പൊ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ജാസ്മിൻ ഇപ്പൊ ക്വിറ്റ് ചെയ്യും, ഇപ്പൊ ഷോളിന് ഇറങ്ങി പോകും. അങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? നമുക്ക് നോക്കാം. ഈ പറഞ്ഞ മോള് ഈ കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ടോ? ഗബ്രിയെ എന്നും പറഞ്ഞ് എപ്പോഴും കരച്ചിലാണ്. അപ്പൊ ക്വിറ്റ് ചെയ്യുന്ന ആ കൊച്ചു പറഞ്ഞ കാര്യം കൊച്ചു മറന്നു പോയിട്ടുണ്ടായിരിക്കും. ഇതുപോലെ ഒരു നിലപാടില്ലാത്ത ഒരു കണ്ടസ്റ്റന്റിനെ സപ്പോർട്ട് ചെയ്യാൻ എന്നെ പോലെ ഒരു വ്യക്തിക്ക് കഴിയില്ല. നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് സപ്പോർട്ട് ചെയ്തോ, കാരണം ചേരേണ്ടത് നന്നായി ചേരുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ നിർത്താണ്. വിഷമമുള്ള ആളുകളൊക്കെ വന്ന് വേഗം കമന്റ് ബോക്സിൽ പൊങ്കാല ഇട്ടോളൂ. എല്ലാ പൊങ്കാലകളും ഞാൻ വെയിറ്റിംഗ് ആണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ സബ് ചെയ്യാനും ലൈക്കും കമന്റ്സ് ഒന്നും ഇടാൻ മറക്കരുത്. പെട്ടെന്ന് തന്നെ നല്ലൊരു വീഡിയോയുമായി ഇങ്ങോട്ട് വന്ന് തെണ്ടിത്തരം കാണിച്ച പച്ചയ്ക്ക് തന്നെ വിളിച്ചു പറയും. അതിന് ഒരു സംശയവും ആരും വിചാരിക്കേണ്ട. എല്ലാവർക്കും ടാറ്റാ, ബൈ.